അസ്സലാമലൈക്കും. എല്ലാവർക്കും സ്വിസ് ബെറി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹെൽത്തി ആയിട്ടുള്ള നാടൻ മുരിങ്ങയില കൊണ്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പം മുരിങ്ങയിലയും ചീരയിലൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണിത്. ഈ ക്വാറന്റൈൻ പീരീഡിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഈ ഒരു സ്നാക്കിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിലേക്ക് വരുള്ളൂ. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാളയായിരുന്നു. അത് നല്ല നൈസായിട്ട് നീളത്തിൽ ഇതേപോലെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സവാളയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ അങ്ങ് കുഴച്ചെടുക്കാം. ഈ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഈ സവാളയിൽ നന്നായി കുഴച്ച് പിടിപ്പിക്കാം. ശേഷം നമുക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിവിടെ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കൈകൊണ്ട് തന്നെയാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായി ഈ പൊടികളെല്ലാം ഇതിൽ പിടിച്ചു വരണം. പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു വലിയ ബൗള് മുരിങ്ങയില ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതും കൂടി കൂട്ടിയിട്ട് നമ്മുടെ സവാളയും നന്നായി കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. അരിച്ചു വെച്ച കടലമാവ് ഏകദേശം ഒരു 1.5 കപ്പോളം ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതും കൂട്ടി നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. ഇതും കൂടി കൂട്ടിയിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ മുരിങ്ങയിലേക്ക് കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാദാ വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ ഇതൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. നമ്മുടെ റെസിപ്പീസിൻ്റെയൊക്കെ വീഡിയോ വാട്സാപ്പ് മുഖാന്തരം ലഭിക്കാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, പേരും സ്ഥലവും. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അതായത് സോഡാ പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും ഇത് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം. നമ്മളിത് കുഴച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 മുതൽ ഒരു അരമണിക്കൂർ വരെ ഇത് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. നല്ല സോഫ്റ്റായിട്ട് നമ്മളിത് പൊരിക്കുമ്പോൾ നല്ല പൊന്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് നേരം ഇത് മാറ്റി വയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ മാവൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊരിക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ. ഏത് ഓയിൽ നിങ്ങളുടെ ചോയ്സ്, ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലൊന്നും കുഴപ്പമില്ല. നമ്മുടെ ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായി ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്പൂൺ കൊണ്ടാണ് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് മുഴുവനായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വശം നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും ഒരുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കോരാം. ഇപ്പോൾ ഏകദേശം കണ്ടോ, ഈ ഒരു കളറ്, നല്ല ഭംഗിയുള്ള ഈ ഒരു കളറ് വരുമ്പോൾ നമുക്ക് ഇത് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൈപ്പരസാണ് വരിക. അപ്പോൾ കരിയാതെ ഈ ഒരു പരുവത്തിൽ നമുക്ക് എല്ലാതും പൊരിച്ച് കോരാം. എന്നിട്ട് അടുത്ത സെറ്റ് ഇതേപോലെ തന്നെ ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല ക്രിസ്പിയാണ്. സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ നിങ്ങൾക്ക്? നല്ല ക്രിസ്പിയും ക്രഞ്ചിയും ആണ്, എന്നാൽ നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ് ബെറി.